പഠിച്ചത് മറന്നു പോകുന്നതിന് മുമ്പ് ഓടിപ്പോയി പരീക്ഷ എഴുതട്ടേന്ന് കുഞ്ഞുണ്ണി. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പതിവ് പോലെ ഇന്നും ട്രാഫിക്. ഏതായാലും കുഞ്ഞുണ്ണിന്റെ വണ്ടി വന്ന് കുഞ്ഞുണ്ണി കയറിപ്പോയി. ഇവിടുത്തെ പശുക്കൾ ചപ്പും ചവറും വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ പോലും തിന്നും. നാട്ടിലെ പശുക്കൾക്ക് പച്ച പുല്ല് കൊടുത്താൽ പോലും വേണ്ട. ഏതായാലും വരുന്ന വഴിക്ക് 1 കിലോ പഴം വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് നടന്നു. വീട്ടിൽ ചെന്ന് ചൂടുള്ള കട്ടനും പുട്ടും കൂട്ടി പഴത്തിന് ഞങ്ങൾ അകത്താക്കി. തുമ്മന്റെ കളികളാണ് പിന്നെ. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എത്തിയിട്ടോ. ഞങ്ങളെല്ലാവരും ചോറിനായിരുന്നു. കൊച്ചുണ്ണി കറിയിലെ പവർ കാരണം തിരിഞ്ഞിരുന്നു. ഞാനവിടെ ഇരിപ്പണ്ടേ, ചോറുകാരനെ കാണാത്ത കേട്ടോ. ചോറുണ്ടുള്ള ശേഷമുള്ള കളികളാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് എന്റെ കയ്യിലൊരു ആര് കുത്തി. പിന്നുകൊണ്ട് അവനെ കുത്തി പുറത്ത് ചാടിച്ചെടുത്ത്. എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ. നാട്ടിലാണെങ്കിൽ പുറത്ത് മഴയത്ത് പോയി കളിക്കായിരുന്നു. ഏതായാലും കുഞ്ഞുണ്ണി പഠിക്കായിരുന്നു, കൊച്ചുണ്ണി കളിക്കാനിരുന്നു. കൊച്ചുണ്ണിന്റെ കളി കാരണം കുഞ്ഞുണ്ണിയുടെ പഠിത്തം നീണ്ടു പൊക്കോണ്ടേയിരുന്നു. ഇതിനിടയിൽ കുത്തിയിരുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലായിരുന്നു എന്റെ പണി. അങ്ങനെ വരച്ച കുത്തി എല്ലാം വന്നപ്പോൾ ലാസ്റ്റ് ഒരു തെയ്യക്കോലം പോലെയായോ എന്നൊരു സംശയം. ഏതായാലും ഞാൻ ക്ഷീണിച്ച് ഇച്ചിരി നേരം കിടക്കട്ടെ. കൊച്ചുണ്ണിയും പഠിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നും കിടന്നും ഇന്നത്തെ ദിവസം